കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി BBA 2020 അഡ്മിഷൻ മാനേജർ എക്കണോമിക്സിൻ്റെ ഫസ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഫസ്റ്റ് ഓഫ് ഓൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് മാനേജർ എക്കണോമിക്സ് എന്നാണ്. ഇറ്റ് വാസ് ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ജുവൽ ഡെയിൻ. 1951 അദ്ദേഹത്തിൻ്റെ ഒരു പബ്ലിക്കേഷൻ, മാനേജർ എക്കണോമിക്സിൻ്റെ പബ്ലിക്കേഷനോട് കൂടിയാണ് എന്ത് വന്നിട്ടുള്ളത്, എക്കണോമിക്സ്, മാനേജർ എക്കണോമിക്സ് എന്നുള്ളൊരു കൺസെപ്റ്റ് വന്നത്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, ഹി ഈസ് കൺസിഡർഡ് ടു ബി ദി ഫാദർ ഓഫ് മാനേജർ എക്കണോമിക്സ്. മാനേജർ എക്കണോമിക്സിൻ്റെ ഫാദറായിട്ട് നമുക്ക് ആരെ പറയാം, ജുവൽ ഡീനെ പറയാം. ഓക്കെ, അക്കോർഡിംഗ് ടു ഹിം, managerial economics is the use of economic analysis in the formulation of business policies. അദ്ദേഹം ഒരു ഡെഫിനേഷൻ കൊടുത്തിട്ടുണ്ട്. മാനേജർ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്കണോമിക് അനാലിസിസ് ഇൻ ദി ഫോർമുലേഷൻ ഓഫ് ബിസിനസ് പോളിസീസ്. അതായത് ബിസിനസ്സിൻ്റെ പോളിസീസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് യൂസ് ചെയ്യാണ്, എക്കണോമിക് അനാലിസിസ് യൂസ് ചെയ്യാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ. ദെൻ നമ്മൾക്ക് മറ്റൊരു ഡെഫിനിഷൻ പറയാം. മിൽട്ടൺ സ്പെൻസർ ആൻഡ് ലൂയിസ് സീഗൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ നല്ലൊരു ഡെഫിനിഷൻ മാനേജറിയൽ എക്കണോമിക്സിന് നൽകിയിട്ടുണ്ട്. മാനേജറിയൽ എക്കണോമിക് ഈസ് ദി ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ് ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിംഗ് ബൈ മാനേജ്മെൻറ്റ്. വളരെ നല്ലൊരു ഡെഫിനിഷനാണ് ഇത്. പറഞ്ഞിട്ടുള്ളത് നോക്കാം നമുക്ക്. മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓഫ് എക്കണോമിക് തിയറി വിത്ത് ബിസിനസ് പ്രാക്ടീസ്. എന്താണ് എക്കണോമിക് തിയറി, എന്തുമായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്, ബിസിനസ് പ്രാക്ടീസുമായിട്ടാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഫോർ ദി പർപ്പസ് ഓഫ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ് ബൈ മാനേജ്മെൻറ്റ്. ഇപ്പോൾ എന്ത് പർപ്പസാണ് അതുകൊണ്ടുള്ളത്, മാനേജ്മെൻറ്റിനെ എന്തിനു സഹായിക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനും അതുപോലെ തന്നെ ഫോർവേഡ് പ്ലാനിങ്ങിനും വേണ്ടി സഹായിക്കുന്നു. അപ്പോൾ ഒരു 3 കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. എന്ത് ചെയ്യുന്നത്, എക്കണോമിക് തിയറി എന്തുമായി, ബിസിനസ്സുമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് പ്രാക്ടീസുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്, ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ഫോർവേഡ് പ്ലാനിങ്. അതായത് ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിനും വേണ്ടി. ആർക്ക്, മാനേജ്മെൻറ്റിന് വേണ്ടി. ഓക്കെ, അപ്പോൾ അത് നല്ലൊരു ഡെഫിനിഷനാണ്, പഠിക്കാനും എളുപ്പമുള്ളൊരു ഡെഫിനിഷനാണിത്. ഇത് നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജറിയൽ എക്കണോമിക്സ്. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. മൈക്രോ എക്കണോമിക്സ്. മാനേജറിയൽ എക്കണോമിക് ഈസ് ദി മൈക്രോ എക്കണോമിക് ഇൻ ക്യാരക്ടർ ബിക്കോസ് ഇറ്റ് സ്റ്റഡീസ് ദി പ്രോബ്ലംസ് ഓഫ് എ ബിസിനസ് ഫേം, നോട്ട് ദി എൻറ്റയർ എക്കണോമി. ഇപ്പോൾ ഒരു മൈക്രോ എക്കണോമിക് കൺസെപ്റ്റ് ആണെന്ന് പറയുന്നത്. നമ്മൾ ഇതിന് മുമ്പ് എക്കണോമിക്സ് പഠിച്ചപ്പോൾ അതിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണ്, 2 ബ്രാഞ്ചസ് ഉണ്ട്. എന്താണ്, മൈക്രോ ആൻഡ് മാക്രോ എന്ന് പറയും എക്കണോമിക്സിന്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, സ്മോൾ, ഒരു ഏരിയ, ചെറിയ പാർട്ട് മാത്രം പഠിക്കുകയാണെങ്കിൽ നമ്മൾ മൈക്രോ എന്ന് പറയും. വോൾ എക്കണോമി മൊത്തം നമ്മൾ പഠിക്കുകയാണെങ്കിൽ എന്തായിരിക്കും, അതിനെ മാക്രോ എന്ന് പറയാം. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു മൈക്രോ എക്കണോമിക്സ് ആണെന്ന് പറയുന്നുണ്ട്. അതായത് ഇപ്പോൾ നമ്മൾ ഈ ഒരു ബിസിനസ് വേൾഡിലെ ഒരു പെർട്ടിക്കുലർ ഇൻഡസ്ട്രിയെ കുറിച്ച് മാത്രമാണ് പഠിക്കുന്നത്. അല്ല എല്ലാ ഇൻഡസ്ട്രിയും, അല്ല ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ വേൾഡിലെ എല്ലാ ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കുന്നില്ല, ഒരു പെർട്ടിക്കുലർ ബിസിനസ്സിനെ കുറിച്ച് മാത്രം പഠിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ഒരു മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൈക്രോ എക്കണോമിക് നാച്ചറാണെന്ന് പറയാനുള്ള കാരണം. ദെൻ നോർമേറ്റീവ് സയൻസ്. ഇറ്റ് സീക്സ് വാട്ട് ഈസ് ഗുഡ് ആൻഡ് വാട്ട് ഈസ് ബാഡ്. മെയിനായിട്ട് എന്ത് ഉദ്ദേശിക്കുന്ന ഒരു മാനേജർ എക്കണോമിക്സ്, എന്താണ് നല്ലത്, എന്താണ് മോശം എന്നുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണെന്ന് മാനേജറിയൽ എക്കണോമിക്സ് മുന്നോട്ട് പോകുന്നത്. ഇറ്റ് ഡിറ്റർമൈൻസ് ദി ഗോൾ ഓഫ് ദി എൻ്റർപ്രൈസ്. എന്താണ്, ഇതെന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, നമ്മളെ ഓർഗനൈസേഷൻ്റെ ഗോൾ എന്താണ്, ലക്ഷ്യം എന്താണെന്ന് ഡിറ്റർമൈൻ ചെയ്യുന്നു. ദെൻ ഇറ്റ് ഡെവലപ്പ് ദി വേസ് ടു അച്ചീവ് ദീസ് ഗോൾസ്. കൂടാതെ എന്തും കൂടിയും ചെയ്യുന്നുണ്ട്, ഈ ഒരു ഗോൾ എങ്ങനെ അച്ചീവ് ചെയ്യാം അതിലേക്കുള്ള വഴിയും കൂടിയും സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് ആരാണ്, ഒരു മാനേജറിയൽ എക്കണോമിക്സ് ആണ്. നല്ലതെന്താ, ദോഷമുള്ള കാര്യങ്ങൾ എന്താണെന്ന് നോക്കിക്കൊണ്ട് ഓർഗനൈസേഷൻ്റെ ഗോള് സെറ്റ് ചെയ്തിട്ട് ഈ ഗോളിലേക്ക് ഒരു വേ ഡെവലപ്പ് ചെയ്യുന്നത് ആരാണ്, ഒരു മാനേജറിയൽ എക്കണോമിക്സ് ആണെന്ന് പറയുന്നു. അതുകൊണ്ടാണ് ഇതൊരു നോർമേറ്റീവ് സയൻസ് ആണെന്ന് പറയാനുള്ള കാരണം. ദെൻ പ്രാഗ്മാറ്റിക്. മാനേജറിയൽ എക്കണോമിക് ഈസ് ദി പ്രാഗ്മാറ്റിക്. ഇറ്റ് കോൺസെൻട്രേറ്റ്സ് ഓൺ മേക്കിംഗ് എക്കണോമിക് തിയറി മോർ അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്. It tries to solve the managerial problems in their day-to-day functioning of business enterprises. അപ്പോൾ പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം എന്താണ്, ഒരു ഓർഗനൈസേഷൻ്റെ ഡേ ടു ഡേ ലൈഫിൽ വരുന്ന പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാനേജറിയൽ എക്കണോമിക്സിൻ്റെ തിയറി കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നത്. അതായത് ഒരു അപ്ലിക്കേഷൻ ഓറിയൻറ്റഡ്, അതായത് പ്രാഗ്മാറ്റിക് അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് ആയിട്ടാണ് എന്തിനെ കൺസിഡർ ചെയ്യുന്നത്, ഒരു മാനേജറിയൽ എക്കണോമിക്സിനെ കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നോക്കാം,
Prescriptive. Managerial economics is the prescriptive rather than descriptive. It prescribes solution to various business problems. എന്താണ് പറയുന്നത്? മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആണ്, പ്രിസ്ക്രൈബ് ചെയ്യുക. അതായത് ഇപ്പോൾ ഓർഗനൈസേഷൻ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ള ഒരു പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത് ആരാണ്? ഒരു മാനേജറിയൽ എക്കണോമിക്സ് ആണെന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോവുകയാണെങ്കിൽ ആ ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ തരും, എന്തിന് നമ്മൾ ഇന്ന മരുന്ന് കഴിക്കണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ എന്താണ് മാനേജറിയൽ എക്കണോമിക്സ് ഒരു പ്രിസ്ക്രിപ്റ്റീവ് ആണെന്ന് പറയുന്നു. കാരണം എന്താണ്, ഒരു ഓർഗനൈസേഷനിൽ എന്തെങ്കിലും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രിസ്ക്രിപ്ഷൻ നൽകുന്നത് ആരാണ്? ഒരു മാനേജറിയൽ എക്കണോമിക്സ് ആണെന്ന് പറയുന്നു. ദെൻ യൂസസ് മാക്രോ എക്കണോമിക്സ്. നമ്മൾ പറഞ്ഞിരുന്നു മാനേജറിയൽ എക്കണോമിക്സ് ഒരു മൈക്രോ എക്കണോമിക് ആണെങ്കിൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, മാക്രോ എക്കണോമിക്സ് തിയറീസ് ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മൈക്രോ എക്കണോമിക് ആയ മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നു. Macroeconomics is also useful managerial economics. Macroeconomics provides an intelligent understanding of the environment in which the business operates. അപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മാക്രോ എക്കണോമിക്സ് എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? ഒരു ബിസിനസ് സ്ഥാപനം വർക്ക് ചെയ്യുന്ന ഏരിയ അല്ലെങ്കിൽ അതിൻ്റെ എൻവയോൺമെൻറ്റിനെ കുറിച്ചുള്ള കറക്റ്റായിട്ടുള്ള അവയർനെസ് കൊടുക്കുന്നത് ആരാണ്? ഒരു മാക്രോ എക്കണോമിക്സ് ആണെന്ന് പറയുന്നു. കാരണം എന്താ, ഒരു മൈക്രോ എക്കണോമിക്സിന് വർക്ക് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും എന്തിൻ്റെ ഹെൽപ്പ് വേണം? ഒരു മാക്രോ എക്കണോമിക്സിൻ്റെ ഹെൽപ്പ് വേണമെന്ന് പറയുന്നു. Managerial economics takes the help of macroeconomics to understand the external conditions such as business cycle, national income, economic policies of government, etc. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാക്രോ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാനേജറിയൽ എക്കണോമിക്സിനെ ഹെൽപ്പ് ചെയ്യുന്നു. എന്തൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്? എക്സ്റ്റേണൽ കണ്ടീഷൻസ് ഏതൊക്കെയാണ്? ബിസിനസ് സൈക്കിൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു, നാഷണൽ ഇൻകം, എക്കണോമിക് പോളിസീസ് ഓഫ് ഗവൺമെൻറ്, എക്സെട്ര. Then uses theory of firm. Managerial economics largely uses the body of economic concepts and principles towards solving the business problems. എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറിയൽ എക്കണോമിക്സ് എന്ത് യൂസ് ചെയ്യുന്നുണ്ട്? എക്കണോമിക്സിൻ്റെ തിയറീസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നു. എക്കണോമിക്സിൻ്റെ കൺസെപ്റ്റ് എന്താണ്, എക്കണോമിക്സിൻ്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നു. എന്തിനു വേണ്ടിയിട്ട്? ബിസിനസ്സിൻ്റെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then management oriented. The main aim of managerial economics is to help the management in taking correct decisions and preparing plans and policies for future. ഇപ്പം എന്ത് ചെയ്യുന്നുണ്ട്, മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ്, അതായത് മാനേജ്മെൻറ്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്തുള്ളത്, ഒരു മാനേജറിയൽ എക്കണോമിക്സ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? ഹെൽപ്പ് ദി മാനേജ്മെൻറ്റ് ഇൻ ടേക്കിംഗ് കറക്റ്റ് ഡിസിഷൻസ് ആൻഡ് പ്രിപ്പയറിങ് പ്ലാൻസ് ആൻഡ് പോളിസീസ് ഫോർ ഫ്യൂച്ചർ. അപ്പോൾ ഭാവിയിലേക്ക് വേണ്ടിയിട്ട് മാനേജ്മെൻറ്റിനെ കറക്റ്റ് ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ പ്ലാൻസ് പ്രിപ്പയർ ചെയ്യാനും പോളിസീസ് പ്രിപ്പയർ ചെയ്യാനൊക്കെ വേണ്ടി മാനേജറിയൽ എക്കണോമിക്സ് ആരെ സഹായിക്കുന്നുണ്ട്? ഒരു മാനേജ്മെൻറ്റിനെ സഹായിക്കുന്നു. അതുകൊണ്ട് എന്ത് പറയാം, ഒരു മാനേജറിയൽ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാനേജ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണെന്ന് പറയുന്നു. ദെൻ മൾട്ടി ഡിസിപ്ലിനറി. Managerial economics makes use of most modern tools of mathematics, statistics and operational research. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി, ഡിസിപ്ലിൻ എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ മൾട്ടി ഡിസിപ്ലിനറി എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഏതിൽ? ഒരു മാനേജറിയൽ എക്കണോമിക്സിൽ എന്ന് പറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, മാനേജറിയൽ എക്കണോമിക്സ് മേക്സ് യൂസ് ഓഫ് മോസ്റ്റ് മോഡേൺ ടൂൾസ് ഓഫ് മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഓപ്പറേഷൻ റിസർച്ച്. അപ്പോൾ മാനേജറിയൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, മാത്തമാറ്റിക്സിൻ്റെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, ഓപ്പറേഷൻ റിസർച്ചിൻ്റെ ടൂൾസൊക്കെ ആര് യൂസ് ചെയ്യുന്നുണ്ട്? ഒരു മാനേജറിയൽ എക്കണോമിക്സ് യൂസ് ചെയ്യുന്നുണ്ട്. In decision making and forward planning, the principles of accounting, finance, marketing, production, personal, etc. are used. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങിനും ഫോർവേഡ് പ്ലാനിങ്ങിനും വേണ്ടിയിട്ട് അക്കൗണ്ടിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ്, ഫൈനാൻസ്, മാർക്കറ്റിംഗ്, പ്രൊഡക്ഷൻ, പേഴ്സണൽ, എക്സെട്ര ആർ യൂസ്ഡ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒന്നിൽ കൂടുതൽ സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡിസിപ്ലിൻസ് ഏതിൽ ഇൻക്ലൂഡഡ് ആണ്? ഒരു മാനേജറിയൽ എക്കണോമിക്സിൽ ഇൻക്ലൂഡഡ് ആണെന്ന് പറയുന്നു. Then last one നോക്കാം, ആർട്സ് ആൻഡ് സയൻസ്. മാനേജറിയൽ എക്കണോമിക്സ് ഈസ് ദി ബോത്ത് എ സയൻസ് ആൻഡ് ആൻ ആർട്ട്. ഇപ്പം എന്താ പറയുക, മാനേജറിയൽ എക്കണോമിക്സ് എന്താണ്? സയൻസ് ആണെന്നും ആർട്ടാണെന്നും പറയുന്നുണ്ട്. ആസ് എ സയൻസ് ഇറ്റ് എസ്റ്റാബ്ലിഷസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കോസ് ആൻഡ് എഫക്റ്റ് ബൈ കളക്ടിങ്, ക്ലാസിഫയിങ് ആൻഡ് അനലൈസിങ് ദി ഫാക്ട്സ് ഓൺ ദി ബിസിനസ് ഓഫ് സെർട്ടൈൻ പ്രിൻസിപ്പിൾസ്.
അപ്പം എന്ത് ചെയ്യുന്നു, ഒരു മാനേജറൽ എക്കണോമിക്സ് സയൻസ് ആണെന്ന് പറയാൻ കാരണം എന്താണ്, കോസ് ആൻഡ് എഫക്റ്റ് റിലേഷൻഷിപ്പ് നോക്കുന്നുണ്ട്. കാരണങ്ങളും അതിനുള്ള എഫക്റ്റുകളും എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് എന്തിനെ കളക്ഷൻ്റെ സമയത്ത് ക്ലാസിഫൈ ചെയ്യുക, അനലൈസ് ചെയ്യുക. അപ്പോൾ ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രോബ്ലം നമ്മൾ അതിന് ഒരു സൊല്യൂഷൻ കാണുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് എടുത്തു കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ ഈ പ്രശ്നത്തിന് എന്തൊക്കെ കാരണങ്ങളാണുള്ളത് എന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു മാനേജറൽ എക്കണോമിക്സ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്. അതുകൊണ്ട് എന്ത് പറയാം, ഒരു സയൻസ് ആണെന്ന് പറയുന്നു. മാനേജീരിയൽ എക്കണോമിക്സ് ഈസ് ആൻ ആർട്ട് ഓൾസോ. എന്താണ്, കൂടാതെ മാനേജറൽ എക്കണോമിക്സ് ഒരു ആർട്ടാണെന്നും കൂടി പറയുന്നുണ്ട്. ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ദി ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ് ഇൻ ഫേം. എന്താണ് പറയുന്നത്, എന്തിൻ്റെ ആർട്ടെന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദി സ്റ്റഡി ഓഫ് ദി ആർട്ട് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ എന്താണ്, ഡിസിഷൻ മേക്കിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു പഠനം കൂടിയാണ് എന്ത് പറയുന്നത്, ഒരു മാനേജറൽ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു മാനേജറൽ എക്കണോമിക്സ് എന്ത് ചെയ്യുന്നുണ്ട്, എങ്ങനെയാണ് ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നത്, അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഐഡിയയും കാര്യങ്ങളൊക്കെ മാനേജറൽ എക്കണോമിക്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒരു ആർട്ട്, ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും ആർട്ടാണ്. കാരണം ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് പറയുന്നുണ്ട്, മാനേജറൽ എക്കണോമിക്സ് ഒരു ആർട്ടാണെന്നുള്ള കാര്യം കൂടിയും പറയുന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഇത്രയും ഈ ഒരു കുറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.